ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇങ്ങനെ ലൈവ് സ്ട്രീമുകൾ ചെയ്താൽ അതിലൂടെ ലഭിക്കുന്ന വാച്ച് അവർ കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്നും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ലൈവ് സ്ട്രീമുകൾ ചെയ്താലാണ് അതിന്റെ വാച്ച് അവർ നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുക എന്നുള്ള കാര്യവും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇന്ന് ഒത്തിരി പേര് അവരുടെ ചാനലിൽ ഗ്രീൻ സ്ക്രീനും സ്ക്രീൻ കാസ്റ്റും അതുപോലെ തന്നെയാണ് ഫേസ് ലൈവുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അവരുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നും അതുപോലെ തന്നെയാണ് നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ടും കണ്ടിരിക്കണം. ഒത്തിരി പേർക്ക് ലൈവ് സ്ട്രീമുകൾ ചെയ്തിട്ട് അവരുടെ ചാനലിൽ റെപ്പറ്റേറ്റീവ് കണ്ടന്റ് ഒന്നും, അതായത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിസൾട്ട് റെപ്പറ്റേറ്റീവ് കണ്ടന്റ്, റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം എങ്ങനെ ലൈവ് സ്ട്രീമുകൾ ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എന്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇന്ന് ഒത്തിരി പേര് അവരുടെ ചാനലിൽ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്തതിന് ശേഷം വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി, എന്നെ മോണിറ്റൈസേഷൻ ചെയ്യാൻ സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ചാനലിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ പറയുന്ന സമയത്ത് അവർ ലിങ്ക് ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഞാൻ ഈ നോക്കുമ്പോൾ അവരുടെ ചാനൽ അവർ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ സ്ക്രീന് അതുപോലെ സ്ക്രീൻ കാസ്റ്റ് ലൈവുകളൊക്കെയാണ്. വളരെ കുറവ് ആൾക്കാർ മാത്രമായിരിക്കും ഫേസ് ലൈവുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ സെക്ഷൻ നോക്കുമ്പോൾ അതിനും ക്രൈറ്റീരിയയ്ക്ക് എതിരായിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് 90% വരെ മോണിറ്റൈസേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ വിഷമമാണ് ഉണ്ടാവുന്നത്. കാരണം അവർ ഇത്രയും നാളും കഷ്ടപ്പെട്ട് അവരുടെ ചാനലിൽ സമയമില്ലാത്ത സമയത്തൊക്കെ ലോങ് വീഡിയോസും അല്ലെങ്കിൽ ലൈവ് സ്ട്രീമുകളൊക്കെ ചെയ്തിട്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ലൈവ് സ്ട്രീമും അതുപോലെ ലോങ് വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ലൈവോ ഗ്രീൻ സ്ക്രീൻ ലൈവോ ഒക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് സ്ക്രീൻ കാസ്റ്റ് ലൈവിനെ പറ്റി പറയാം. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ലൈവ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടാകും. അതായത് വോയിസ് ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന കമന്റ്സിന് നിങ്ങൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കുറേ പേര് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ അധികം, അതായത് എൻ്റെ ലൈവ് സെക്ഷനിൽ ഒരുപാട് കമന്റ്സ് ഒന്നും വരുന്നില്ല, പിന്നെ ഞാൻ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈവിനെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ ആ ലൈവ് അവസാനിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ അങ്ങനെ കിട്ടുന്ന വാച്ച് അവർ കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ മ്യൂട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ 10-15 മിനിറ്റ് ഒക്കെ ചില ആൾക്കാർ കുറച്ച് സംസാരിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം 10-15 മിനിറ്റ് മ്യൂട്ട് ചെയ്തതിന് ശേഷം പോകുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. മാക്സിമം നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലാതെ ഒത്തിരി നേരം നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ലൈവ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് വരുന്ന കമന്റ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ നിങ്ങളുടെ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ചാനലിൽ ഷോർട്ട് സെക്ഷനിൽ അവർ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ കുക്കിംഗ് വീഡിയോസോ ട്രാവലിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ഡബ് മാഷോ ഒക്കെ ആയിരിക്കും. കൂടുതൽ പേരും ഈ ഡബ് മാഷൊക്കെയാണ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൽ ഡബ് മാഷാണ് തുടർച്ചയായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പല പല ഡബ് മാഷായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് റെപ്പറ്റേറ്റീവ് കണ്ടന്റിൽ വരും. അതിനിടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു ഡബ് മാഷ് വീഡിയോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയിൽ കുക്കിംഗ് വീഡിയോസോ ട്രാവലിംഗ് വീഡിയോസോ ഒക്കെ ഉൾപ്പെടുത്താം. പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. ഇന്ന് പലരും ചെയ്യുന്നത് അവരുടെ ചിലപ്പോൾ ലോങ് വീഡിയോ സെക്ഷനിൽ അവർ കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്.
പക്ഷേ അവരവരുടെ ഫേസ് കാണിക്കുന്നില്ല. നിങ്ങൾ ഫേസ് കാണിച്ചില്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ആ ഒരു വീഡിയോ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വീഡിയോസിന്റെ നമ്മളെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്, അതായത് വാച്ച് അവർ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്നത്, ഇപ്പോൾ കുക്കിംഗ് വീഡിയോസോ അവർ ട്രാവലിംഗ് വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ മ്യൂസിക് ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോസിനൊന്നും തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് കാണിക്കുക. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് കാണും, ചേച്ചി അതിന് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ട്രാവലിംഗ് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോസ് ആണ് ഞാൻ എടുക്കുന്നത്, അതിലാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്ന്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ ലൈവ് സ്ട്രീമിൽ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നില്ല, നിങ്ങളുടെ ഷോർട്ട് സെക്ഷനിലോ ലോങ് സെക്ഷനിലോ ഒന്നും തന്നെ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നില്ല, വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവും, റീയൂസ്ഡ് കണ്ടന്റ് എന്നോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പല പല കുറേ വീഡിയോസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഷോർട്സ് ആയിരുന്നാലും ലോങ് വീഡിയോസ് ആയിരുന്നാലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെയാണ് എടുത്തെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഫേസ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വോയിസ് ഓവറെങ്കിലും കൊടുത്തിരിക്കണം എന്ന്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഇപ്പോൾ ഒത്തിരി പേര് ഡബ്മാഷ് വീഡിയോ ചെയ്യുന്നവരാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ഡബ്മാഷ് വീഡിയോസ് ചെയ്യുന്നവര് ഒരേ ഡ്രസ്സ്, ചിലപ്പോൾ അവർക്ക് സമയം കാണില്ല, ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് 4-5 ഡബ്മാഷ് വീഡിയോകൾ എടുക്കും. അവർ പല പല ഇതായിട്ട് അപ്ലോഡ് ചെയ്യും. പക്ഷേ കാണുന്നവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, ഇത് ചെക്ക് ചെയ്യുന്നവർക്ക് മലയാളം മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരേ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അവരെന്താണ് പറയുന്നതെന്നുള്ള കാര്യമായിരിക്കില്ല ശ്രദ്ധിക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതിൽ 4-5 വീഡിയോസ് ഒരുപോലെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അവർക്ക് റെപ്പറ്റേറ്റീവ് കണ്ടന്റ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഡബ്മാഷ് വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഡബ്മാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ മാറ്റി വേറെ നമുക്ക് ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്ത ഡബ്മാഷ് ചെയ്യാം. പക്ഷേ ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങനെ അനുഭവമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അപ്പോൾ ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ അടുത്തടുത്തായിട്ട് ഒരു 4-5 ഡബ്മാഷ് വീഡിയോകൾ ഇടാതിരിക്കുക. ഇനി അടുത്ത് ഗ്രീൻ സ്ക്രീൻ ലൈവുകളെ പറ്റി പറയാം. ഗ്രീൻ സ്ക്രീൻ ലൈവും നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻ കാസ്റ്റ് ലൈവുകളെ പോലെ തന്നെയാണ്. നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ, അതായത് അവർ തരുന്ന കമന്റ്സിന് നിങ്ങൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ലൈവ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റി നിങ്ങൾ, അതായത് അതിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ലൈവിനെ പറ്റിയോ നിങ്ങളുടെ ലൈവിൽ വരുന്ന കമന്റ്സിനെ പറ്റിയോ ഒക്കെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്ക്രീൻ കാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഗ്രീൻ സ്ക്രീനിൽ. ഇനി അടുത്ത് നിങ്ങൾ ഫേസ് ലൈവുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ, നിങ്ങൾ ഫേസ് കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഡബ്മാഷ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് വീഡിയോ സെക്ഷനിലും നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ, ലോങ് വീഡിയോയിൽ ഉടനീളം നിങ്ങളുടെ വോയിസ് ഓവർ നൽകാവുന്നതാണ്. അങ്ങനെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഫേസ് ലൈവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഫേസ് കാണിക്കുകയും വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വാച്ച് അവർ കിട്ടിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ നമ്മുടെ ഫേസ് കാണിക്കുകയും ഡബ്മാഷ് ചെയ്യുകയും, അതുപോലെ ലോങ് വീഡിയോ സെക്ഷനിൽ ഫേസ് കാണിക്കുന്നില്ല, വോയിസ് ഓവർ മാത്രമാണ് നൽകുന്നത് എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാച്ച് ഓവർ ലഭിച്ചത് ലൈവ് സ്ട്രീമിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ മ്യൂട്ട് ലൈവുകൾ ചെയ്യാതിരിക്കുക. പഴയ പോളിസിയൊന്നും അല്ല, യൂട്യൂബിന്റെ പോളിസികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മ്യൂട്ട് ലൈവുകൾ ചെയ്യുന്നവരുടെ ചാനലുകളൊന്നും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മോണിറ്റൈസേഷൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, പിന്നെ നിങ്ങൾക്ക് ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവർ എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.